ألفية بن مالك سبق 27. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولجميع المؤمنين والمؤمنات، واجزم بتسكين وغير ما ذكر ينوب نحو جاء خوباني نمر، وارفع بواو وانصبنا بالألف وجرر بياء ما من الأسماء صف. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് അസ്ലിയായ ഇഅ്റാബുകളാണ്, അതല്ലെങ്കിൽ ഇഅ്റാബിന്റെ അലാമത്തുകളാണ്. അതിൽ നിന്ന് റഫ്ഉം അതുപോലെ തന്നെ നസ്ബും അതുപോലെ ജറും എങ്ങനെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി പറയാനുള്ളത് ജസ്മിനെ കുറിച്ചാണ്. അതാണ് മുസന്നിഫ് പറയുന്നത്, വജ്സിം, നീ ജസ്മ് ചെയ്തോ, ബി തസ്കീനിൻ, സുകൂൻ കൊണ്ട് നീ ജസ്മ് ചെയ്തോ. അപ്പൊ 4 ഇഅ്റാബുകളും നമ്മൾ പറഞ്ഞു, റഫ്ഉ, നസ്ബ്, ജറ്, ജസ്മ്. ഇനി വഗൈറു മാ ദുക്കിറ, ഈ പറയപ്പെട്ടത് അല്ലാത്തത്, ഈ പറയപ്പെട്ട രൂപത്തിലല്ലാതെ വരുന്ന ഇഅ്റാബുകൾ, അവകളൊക്കെയും യനൂബു, അവകളൊക്കെ പകരം വന്നതാണ്. അപ്പൊ ഈ പറയപ്പെട്ടതല്ലാത്തത് മുഴുവനും പകരം വരുന്നതാണ്. ഇതുപോലെ നഹ്വു ജാ അഹു ബനി നമിർ എന്ന് പറയുന്നത് പോലെ, ജാ അഹു ബനി നമിർ. ഇവിടെ കണ്ടില്ലേ, അഹു എന്നത് ഫായിലാണ്, ബനി എന്നുള്ളത് അത് മജ്റൂറ ഇളാഫത്ത് കൊണ്ട്. അപ്പൊ അവിടെയൊക്കെ ഇഅ്റാബ് നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിലല്ലല്ലോ. അഹു എന്ന സ്ഥലത്ത് വാവ് കൊണ്ടാണ്, ബനി എന്ന് പറഞ്ഞ സ്ഥലത്ത് യാവ് കൊണ്ടാണ് ജറ്. അപ്പൊ അത് നിയാബത്തിന്റെ ഉദാഹരണമായിട്ട് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോ വജ്സിം, നീ ജസ്മ് ചെയ്തോ, ദാലിക്കൽ ഫിഅല ഫഖത്ത്, ആ ഫിഅലിനിക്ക് മാത്രം. നമ്മൾ പറഞ്ഞല്ലോ മുളാരിയായ ഫിഅല് അത് മാത്രമാണല്ലോ മുഅറബുള്ളത് ഫിഅലുകളിൽ നിന്ന്. അതോടൊപ്പം തന്നെ ഇസ്മുകളിൽ ജസ്മില്ല. അപ്പൊ ഫിഅലിൽ മാത്രമാണ് എന്തുണ്ടാകുന്നത്, ജസ്മുണ്ടാകുന്നത്. എന്നാൽ എല്ലാ ഫിഅലിലും ഇല്ല. പിന്നെ ആ ഫിഅല് എന്ന് പറഞ്ഞാൽ മുഅറബായ ഫിഅല്, അതേതാണ്, മുളാരിയായ ഫിഅല്. അപ്പൊ ഫഖത്ത്, അത്രമാത്രം എന്ന് പറഞ്ഞാൽ ആ ഫിഅലിൽ മാത്രമാണ് ജസ്മുള്ളത്. അപ്പൊ ഫിഅലല്ലാത്ത ഇസ്മുകളിൽ ഇല്ല, ഹറഫുകളിലില്ല, ആ ഫിഅലല്ലാത്ത മറ്റു ഫിഅലുകളിലുമില്ല. ഏത് മാദിയായ ഫിഅല്, അങ്ങനെയുള്ള ഫിഅലുകളൊക്കെ ഉണ്ടല്ലോ, അതിലുമില്ല. അപ്പൊ നമ്മൾ മുമ്പ് മുഅറബാണെന്ന് പറഞ്ഞ ആ ഫിഅലിനിക്ക് നീ ജസ്മ് ചെയ്തോ, ബി തസ്കീനിൻ, എന്തുകൊണ്ട്, സുക്കൂൻ ചെയ്യൽ കൊണ്ട്. തസ്കീൻ ഉണ്ടാകുന്ന സമയത്ത് എന്തുണ്ടാകും, സുക്കൂൻ ഉണ്ടാകുമല്ലോ. അപ്പൊ തസ്കീൻ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, സുക്കൂനാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മൽസൂം പറഞ്ഞു, എന്നിട്ട് ലാസിമാണ് ഉദ്ദേശം. മൽസൂമാകുന്ന തസ്കീൻ പറഞ്ഞു, ലാസിമാകുന്ന സുക്കൂനാണ് മുറാദ് എന്നർത്ഥം. ഐ, അതായത് തസ്കീൻ എന്ന് പറഞ്ഞാൽ എന്താ, സുക്കൂൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഐ ബിഹദഫിൽ ഹറക്കത്തി, ഹറക്കത്തിനെ കളയൽ കൊണ്ട്. നഹ്വു ലം യഖും, ലം യഖും എന്നതുപോലെയാണ് അതിന്റെ മിസാല്. ലയഖും എന്ന മുളാരിയായ, യഖൂമു എന്ന മുളാരിയായ ഫിഅല് ലം കൊണ്ട് മജ്സൂമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജസ്മിന്റെ അടയാളം എന്താണ്, സുക്കൂനാണ്. മുളാരിയായ ഫീലിന്റെ ആഖിറിൽ സുക്കൂനാണ് ഇവിടെയുള്ള ജസ്മിന്റെ അടയാളമായിട്ട് വന്നിട്ടുള്ളത്. അതല്ലെങ്കിൽ സുക്കൂൻ തന്നെയാണ് ജസ്മ്. വഹാദിഹി,
ഇതുവരെ നമ്മൾ പറഞ്ഞത് അവകളൊക്കെ അലാമാത്തു ഉസൂലിൻ, ഉസൂലിയായ അലാമത്തുകളാണ്. വഹാദിഹി അലാമാത്തു ഉസൂലിൻ, ഇതുവരെ നമ്മൾ പറഞ്ഞ ഫത്ഹ്, കസ്ർ, അതുപോലെ തന്നെ ലമ്മ്, സുക്കൂൻ, ഇവകളൊക്കെ ഉസൂലിയായ അലാമത്തുകളാണ്. ഇനി വഗൈറു മാ ദുക്കിറ, നമ്മളിവിടെ പറയപ്പെട്ടതല്ലാത്തത്, വഗൈറു മാ ഒന്നല്ലാത്തത്, ദുക്കിറ ആ ഒന്നിനെ പറയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് അല്ലാത്ത രൂപത്തിലുള്ള ഇഅ്റാബുകൾ മിനൽ അലാമാത്തിൽ ഫുറൂഇ, ഈ ഗൈറ ഏതാണ്? മിനൽ അലാമാത്തിൽ ഫുറൂഇ, ഫുറൂഇയായ അലാമത്തുകളാൽ നമ്മളിവിടെ പറയപ്പെടാത്തതായ അലാമത്തുകൾ യനൂബു അവകൾ പകരം വരുന്നതാണ് അനിൽ അലാമാത്തിൽ ഉസൂലി, ഉസൂലിയായ അലാമത്തുകളെ തൊട്ട് അവകൾ പകരം വരുന്നതാണ്. നഹ്വു ജാ അഹു ബനി നമിർ എന്നതുപോലെയാണ് അതിന്റെ ഉദാഹരണം. അപ്പൊ ഇവിടെ ഫ അഹു, ജാ അഹു എന്ന് പറയുന്ന അഹു എന്നത് ഫാഇലു ജാ, ജാഅയുടെ ഫാഇലാണ്. വൽ വാവു ഫീഹി, അഹു എന്നയിടത്തുള്ള വാവാകുന്നത് നായിബത്തുൻ അനിൽ ലമ്മത്തി, ഏതിനെ തൊട്ട് പകരം വന്നതാ? ലമ്മത്തിനെ തൊട്ട് പകരം വന്നതാണ്. വ ബനി, ബനി എന്ന് പറയുന്നത് മുളാഫുൻ ഇലൈഹി, മുളാഫ് ഇലൈഹിയാണ്. വൽ യാഉ ഫീഹി, ബനി എന്നതിലുള്ള യാ ആകുന്നത് നായിബത്തുൻ അനിൽ കസ്റത്തി, ഏതിനെ തൊട്ട് പകരം വന്നതാണ്? കസ്റത്തിനെ തൊട്ട് പകരം വന്നതാണ്. ഇവിടെ ജാഅ അഖൂ ബനി നമിർ എന്നാണുള്ളത്. അവിടെ നിന്ന് ജാഅയുടെ ഹംസയെ കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ കളയൽ ജായിസാണോ അല്ലയോ, അതല്ല ബൈത്തിന്റെ വറൂറത്തിന് വേണ്ടിയാണോ അല്ലയോ? നമുക്കറിയാം ഇവിടെ ബൈത്തിന്റെ വറൂറത്തിന് വേണ്ടി മാത്രമാണ് കളഞ്ഞത് എന്ന് വെക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? രണ്ട് ഹംസകൾ അതിന്റെ ഹറക്കത്തുകളിൽ ഇത്തിഫാഖായി കൊണ്ടുവന്നാൽ, രണ്ട് ഹംസകൾ ഹറക്കത്തിൽ ഇത്തിഫാഖായിട്ട് ഒരേ സ്ഥലത്ത് അടുത്തടുത്ത് വന്നാൽ, ഇപ്പോൾ ജാ അഹു എന്നോട്ട് ജാ അഹു, രണ്ട് ഹംസയും ഒന്നിച്ചു വന്നു. അതോടുകൂടെ രണ്ടിന്റെയും ഹറക്കത്തിലും ഇത്തിഫാഖുണ്ട്. രണ്ടിന്റെയും ഹറക്കത്ത് എന്താണ്? ഫത്ഹാണ്. അപ്പൊ ഫത്ഹാണ് രണ്ടിന്റെയും ഹറക്കത്ത്. ഇനി അങ്ങനെയല്ല, രണ്ടിന്റേതും കെസറായി, അതല്ലെങ്കിൽ രണ്ടിന്റേതും വമ്മായി. ഇങ്ങനെ വരികയാണെങ്കിൽ അവിടെ നിന്ന് ഒരു ഹംസയെ കളയൽ ജായിസാണ് എന്നാണ്. അപ്പോ ജാ അഹു എന്നുള്ളിടത്ത് ജാ അഹു എന്ന് പറയൽ ജായിസാണ്. സബഈയായ ഖിറാഅത്തിൽ പോലും അങ്ങനെ ഓതപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെയുള്ളത് ബൈത്തിന്റെ ലറൂറത്തിന് വേണ്ടി കളഞ്ഞു എന്ന് വെക്കേണ്ടതില്ല. എന്ന് പറഞ്ഞാൽ ഒരു ശാഇയായ ഇസ്തിഅ്മാല് കൂടെയാണ്, അതിനെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് മുസന്നിഫ് ഇവിടെ ജാ അഹു എന്നുള്ളോട്ട് ജാ അഹു എന്ന് പറഞ്ഞത്. അതല്ലാതെ ബൈത്തിന്റെ വറൂറത്ത് മാത്രമാണ് ഇവിടെ ന്യായം എന്ന് പറയുന്നത് ശരിയല്ല. അപ്പൊ ചില ആളുകൾ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ജാ അഹു എന്നുള്ള ഇടത്ത് എന്ത് പറഞ്ഞു? ബിൽ ഖസ്രി. അവിടെ ജാ എന്ന് വായിക്കാതെ ഖസ്ർ കൊണ്ട് ജാ എന്നാണ്. അതെന്തുകൊണ്ട്? ലറൂറത്തി, ഒന്നിരിക്കൽ ലറൂറത്തിന് വേണ്ടിയാണ്. ഔ അലാ ലുഗത്തിൻ ഖലീലത്തിൻ, അതല്ലെങ്കിൽ ഖലീലായ ലുഗത്ത് അനുസരിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയല്ല. കാരണം എന്താ? രണ്ട് ഹംസകൾ ഇങ്ങനെ അടുത്തു വരുന്ന സമയത്ത് ഖലീലല്ല, അങ്ങനെ അടുത്തു വരാത്ത സ്ഥലങ്ങളിലാണ് ഖലീലായ ഇസ്തിഅ്മാലുള്ളത്. അപ്പൊ അങ്ങനെ ചില ആളുകൾ പറഞ്ഞത് ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ജാഅഹു ബനി നമിർ എന്നുള്ള ഈ നമിർ എന്നതിനെ
നമുക്ക് രണ്ട് നിലക്ക് ഇസ്തിഅ്മാൽ ചെയ്യാം. അതിനെ മുൻസരിഫായിട്ടും ഉപയോഗിക്കാം, ഗൈറു മുൻസരിഫായിട്ടും ഉപയോഗിക്കാം. എങ്ങനെയാണ് മുൻസരിഫായിട്ട് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഗൈറു മുൻസരിഫായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ നമിർ എന്ന് പറയുന്നത് അത് ഒരു കബീലയുടെ അലമാണ്. ലിഅന്നഹു അലമുൻ അലാ ഖബീലത്തിൻ എന്നാണ്. അറബികളിൽ നിന്നുള്ള ഒരു കബീലയുടെ പേരാണ് നമിർ എന്ന് പറയുന്നത്. അപ്പൊ ഈ നമിർ എന്നതിൽ അലമിയത്തുമുണ്ട്, അതുപോലെ തന്നെ അതൊരു കബീലയാണ്, കബീലത്ത്. അപ്പൊ കബീലത്തിന്റെ പേര് അതല്ലെങ്കിൽ ഒരു ഹയ്യ്, ഹയ്യ് എന്ന് പറഞ്ഞാലും കബീലയുടെ അതേ മാനയാണല്ലോ ഉള്ളത്. അപ്പോ ഈ നമിർ എന്നത് അലമിയത്തിന്റെ കൂടെ ഹയ്യ് എന്നാണ് നമ്മൾ പരിഗണിക്കുന്നത് എങ്കിൽ നമിർ എന്നത് മുൻസരിഫാകും. ഇനി അലമിയത്തിന്റെ കൂടെ കബീലത്ത് എന്നാണ് നമ്മൾ പരിഗണിക്കുന്നത് എങ്കിൽ അത് ഗൈറു മുൻസരിഫുമാകും. എന്നാൽ ഇവിടെ മുസന്നിഫ് റഹിമഹുല്ല നമിർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എങ്ങനെ പറയലാ നല്ലത്? നമിർ എന്നത് അവിടെ കബീല ഉദ്ദേശിച്ചു പറഞ്ഞതാണ്. അപ്പൊ ബനി ജാഅഹു ബനി നമിറ എന്നാണ് ഇവിടെയുള്ളത് എന്ന് പറയലാണ് ഒന്നുകൂടി നല്ലത്. അതെന്തുകൊണ്ടാ എന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ ഫുറൂഇയായ അലാമത്തുകളെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഫുറൂഇയായ ഇറാബുകളെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ബനി നമിർ, നമിറ എന്നാണ് എങ്കിൽ ഈ നമിറ എന്നത് അത് ഗൈറു മുൻസരിഫാകുകയും ഫുറൂഇയായ അലാമത്തിനുള്ള ഒരു ഉദാഹരണവുമാക്കാൻ പറ്റും. മാത്രവുമല്ല, നമിറ എന്ന് വായിക്കുമ്പോൾ ഇവിടെ രണ്ട് ഘടകങ്ങളെ ഈ ഉദാഹരണത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതെങ്ങനെ? ഫുറൂഇയായ അലാമത്ത് കൊണ്ട് ഇഅ്റാബ് ചെയ്യപ്പെടുന്നതായ വസ്തുക്കൾ രണ്ട് രൂപത്തിലാണ്. അതേതാ? ഒന്ന്, അസ്ലിയായ ഹറക്കത്തിനെ തൊട്ട് പകരമായിട്ട് ഏതെങ്കിലും ഹർഫുകൾ വരിക. മറ്റൊന്ന്, അസ്ലിയായ ഹറക്കത്തിനെ തൊട്ട് പകരമായിട്ട് മറ്റു ഹറക്കത്തുകൾ വരിക. അപ്പോൾ അഹു ബനി എന്ന് പറഞ്ഞ രണ്ട് സ്ഥലങ്ങളിലും അസ്ലിയായ ഹറക്കത്തിനെ തൊട്ട് തെറ്റിയിട്ട് മറ്റു ഹർഫുകളാണ് വന്നത്. കാരണം ഒന്നാമത്തേടത്ത് വാവാകുന്ന ഹറക്കത്തിനെ തൊട്ട് ലൊമ്മത്താകുന്ന ഹറക്കത്തിനെ തൊട്ട് പകരമായിട്ട് വാവ് വന്നു. ബനി എന്ന് പറയുന്നിടത്തോ കസ്റത്താകുന്ന ഹറക്കത്തിനെ തൊട്ട് പകരമായിട്ട് യാ വന്നു. നമിർ എന്ന് പറയുന്ന സ്ഥലത്തോ ഗൈറു മുൻസരിഫായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഏതിൽപ്പെടുത്താം? ഹറക്കത്തിനെ തൊട്ട് ഹറക്കത്ത് പകരം വന്നതിനുള്ള ഉദാഹരണമാണ്. അപ്പോ നമിർ എന്ന് പറയുന്നത് മജ്റൂറാണല്ലോ, അപ്പൊ ജർറ് കസ്റ് കൊണ്ടാണ് വേണ്ടത്. അപ്പൊ കസ്റാകുന്ന ഹറക്കത്തിനെ തൊട്ട് തെറ്റിയിട്ട് ഫത്ഹത്താകുന്ന ഹറക്കത്തിലേക്ക് മാറിയിരിക്കുന്നു. അപ്പൊ ചുരുക്കത്തിൽ നമിറ എന്ന് വായിച്ച് ഗൈറു മുൻസരിഫാക്കിയാൽ ഈ ഫുറൂഇയായ ഇഅ്റാബുകളിലുള്ള രണ്ട് നൗഉകളെയും മുസന്നിഫിന്റെ മിസാല് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഗൈറു മുൻസരിഫായിട്ട് പറയലാണ് ഏറ്റവും നല്ലത്. ഏതാണ് രണ്ട് നൗഉ? നമ്മൾ പറഞ്ഞല്ലോ, ഒന്ന് ഹറക്കത്തിനെ തൊട്ട് പകരം ഹർഫ് വരിക, അതിന് ഉദാഹരണമാണ് അഹു ബനി എന്നുള്ളത്. മറ്റൊന്ന് ഹറക്കത്തിനെ തൊട്ട് പകരമായിട്ട് ഹറക്കത്ത് വരിക, അതിനേതിന് ഉദാഹരണമാക്കുക? നമിർ എന്നതിനെയും ഉദാഹരണമാക്കുക. അപ്പൊ അങ്ങനെ രണ്ടിനെയും ജംഉ ചെയ്തു എന്ന് പറയണമെങ്കിൽ ഈ നമിർ എന്നത് ഗൈറു മുൻസരിഫാണെന്ന് പറയണം. അപ്പോൾ ഈ നമിർ എന്നത് അസാലത്തൻ ഗൈറു മുൻസരിഫും മുൻസരിഫുമായിട്ട് ഇസ്തിഅ്മാൽ ചെയ്യാൻ പറ്റുമെങ്കിലും മുസന്നിഫിന്റെ ഇവിടെയുള്ളതായ നമിർ എന്ന ലഫ്ദിനെ ഗൈറു മുൻസരിഫായിട്ട് ഉപയോഗിക്കലാണ് ഏറ്റവും നല്ലത്. എന്തിന്? നമ്മൾ നേരത്തെ പറഞ്ഞതായ ഫായിദ ലഭിക്കാൻ വേണ്ടി. അപ്പോ ഇനി ഫുറൂഇയായ ഇഅ്റാബുകളാണ് നമ്മൾ പറയുന്നത്. വർഫഅ ബിവാവിൻ വൻസിബന്ന ബിൽ അലിഫ് വജുറുർ ബിയാഇം മാ മിനൽ അസ്മാ അസിഫ്. വർഫഅ, നീ റഫ്അ ചെയ്തോ. ബിവാവിൻ, എന്തുകൊണ്ട്? വാവ് കൊണ്ട് നീ റഫ്അ ചെയ്തോ.
വൻസിബന്ന, അതുപോലെ തന്നെ നീ നിശ്ചയമായിട്ട് നീ നസ്ബും ചെയ്തോ ബിൽ അലിഫി, എന്തുകൊണ്ട്? അലിഫ് കൊണ്ട്. അതുപോലെ വജുറുർ, നീ ജറും ചെയ്തോ ബിയാ ഇൻ, യാ കൊണ്ട്. ഏതിന്? മാ, ഒന്നിന്. ഏതാണ് ഒന്ന്? മിനൽ അസ്മാ, ഈ ഇസ്മുകളിൽ നിന്നുള്ള ഒന്ന്. അസിഫ്, ആ ഒന്നിനെ ഞാൻ നിനക്ക് വർണ്ണിച്ചു തരുന്നതാണ്. അപ്പൊ മാ അസിഫു മിനൽ അസ്മാഇ എന്നർത്ഥം. ഇപ്പൊ നോക്കുക, വലമ്മാ കാനത്തിൽ അലാമാത്തുൽ ഫുറൂഉ, ഫുറൂഇയായ അലാമത്തുകൾ ആയപ്പോ വാഖിഅതൻ ഫീ സബഅതി അബ്വാബിൻ, അത് 7 ബാബുകളിൽ വാഖിഅ ആയപ്പോ. ഏതാണ് ആ 7 ബാബുകൾ? ഒന്ന് അൽ അസ്മാഇ സിത്തത്തി, ഒന്ന് അസ്മാഉ സിത്ത. 2 വൽ മുസന്ന, 3 വ ജംഇൽ മുദക്കരി സാലിമി, 4 വൽ ജംഇ ബി അലിഫിൻ വ താഇൻ മസീദത്തൈനി, സായിദയായ അലിഫ് കൊണ്ടും താ കൊണ്ടും ജംആക്കപ്പെട്ടത്. അടുത്തത് ഏതാ? 5-മത്തത് വ ഗൈരിൽ മുൻസരിഫി, ഗൈർ മുൻസരിഫിലും. അതുപോലെ വൽ അംസിലത്തിൽ ഖംസത്തി, അംസിലത്തുൽ ഖംസയിലും. മിനൽ ഫിഅലിൽ മുളാരിഇ, ഏതാണ് ഈ 5 വസനുകൾ? മിനൽ ഫിഅലിൽ മുളാരിഇ, മുളാരിഅ ആയ ഫിഅലുകളിൽ നിന്നുള്ള അംസിലത്തുൽ ഖംസ. അതുപോലെ തന്നെ വൽ ഫിഅലിൽ മുഅ്തല്ലിൽ ആഖിരി, അവസാനം മുഅ്തല്ലായ ഫിഅലിനാലും. അപ്പോ വലമ്മാ കാനത്തിൽ അലാമാത്തുൽ ഫുറൂഉ വാഖിഅതൻ ഫീ സബഅതി അബ്വാബിൻ, ഫുറൂഇയായ അലാമത്തുകൾ 7 ബാബുകളിൽ വാഖിഅയപ്പോൾ സംഭവിച്ചപ്പോ അശാറ ഇലൽ അവ്വലി മിൻഹ, അശാറ മുസന്നിഫ് സൂചിപ്പിച്ചു, ഇലൽ അവ്വലി മിൻഹ, അതിൽ നിന്ന് ആദ്യത്തേതിലേക്ക്, ബി ഖൗലിഹി, മുസന്നിഫിന്റെ ഖൗല് കൊണ്ട്. ഏതാണത്? ഇർഫഅ ബി വാവിൻ വൻസിബന്ന ബിൽ അലിഫ് വജുർ ബിയാ ഇൻ മാ മിനൽ അസ്മാ അസ്വിഫ്. അപ്പോ അസ്വിഫ് എന്നത് സിലത്തു മാ, മായുടെ സിലയാണ്. മാ മൗസൂലയാണല്ലോ. വൽ ആഇദു ഇലൽ മൗസൂലി, മായാകുന്ന മൗസൂലയിലേക്ക് മടങ്ങുന്ന ആയിദ്, അത് മഹ്ദൂഫുൻ, അത് കളയപ്പെട്ടതാണ്. തഖ്ദീറുഹു, അതിനെ സങ്കൽപ്പിക്കൽ എങ്ങനെയാണ്? അസ്വിഫുഹു എന്നാണ്. അസ്വിഫുഹു എന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് പറഞ്ഞു തരും. ഐ അസ്കുറുഹു, അസ്കുറുഹു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ നിനക്ക് പറഞ്ഞു തരും. അങ്ങനെയുള്ള ആ ഇസ്മുകൾക്ക് നീ പറഞ്ഞ രൂപത്തിൽ ഇഅ്റാബ് ചെയ്തോ. അസ്കുറുഹു ബഅദ ഹാദൽ ബൈത്തി, ഈ ബൈത്തുകൾക്ക് ശേഷം ഞാൻ അവകളെ പറയുന്നതാണ്. വഹിയ, അവകളാകുന്നത് സിത്തത്തു അസ്മാ, എത്ര ഇസ്മുകളാണ്? അസ്മാഉ സിത്ത എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത് തന്നെ. അപ്പൊ ഈ ഹുക്കുമുള്ള ഇസ്മുകൾ ഏത്? വർഫഅ ബിവാവിൻ വൻസിബന്ന ബിൽ അലിഫ് വജുറൂർ ബിയാ ഇൻ മാ മിനൽ അസ്മാ അസ്വിഫ് എന്ന് പറഞ്ഞില്ലേ, ആ ഹുക്കുമുള്ളതായ ഇസ്മുകൾ വഹിയ, അവകൾ സിത്തത്തു അസ്മാ, 6 ഇസ്മുകളാണ്. അശാറ ഇലൈഹ, അതിലേക്കാണ് മുസന്നിഫ് സൂചിപ്പിച്ചത്. ബി ഖൗലിഹി, മുസന്നിഫിന്റെ ഖൗല് കൊണ്ട്. മിൻ ദാകദു ഇൻ സുഹ്ബതൻ ആബാന വൽഫാമു ഹൈസുൽ മീമു മിൻഹു ബാന. അപ്പൊ ഇവിടെ ഈ ബൈത്തില് വർഫഅ ബി വാവിൻ എന്ന് വാവ് കൊണ്ടാണ് അധിക നുസ്ഖയിലും ഉള്ളത്. മറ്റു ചില നുസ്ഖയിൽ എങ്ങനെയുമുണ്ട് ഫർഫഅ ബി വാവിൻ വൻസിബന്ന എന്ന് ഫാ കൊണ്ടുമുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് വർഫഅ ബി വാവിൻ എന്ന ഈ ജുംല അത് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നമുക്ക് വേണമെങ്കിൽ ഫർഫഅ ബി ളമ്മിൻ വൻസിബന്ന ബിൽ വൻസിബൻ ഫതഹൻ വജുർ
കസ്റങ്ക ദിക്റുല്ലാഹി അബ്ദഹു യസുർ എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മേലിൽ അത്ഫാക്കാൻ പറ്റും. അപ്പോ അങ്ങനെ അതിന്റെ മേലിൽ അത്ഫാണെന്ന് പറയുമ്പോ ഏത് നുസ്ഖയാണ് ഒന്ന് ശക്തി കിട്ടുന്നത്? വാവ് കൊണ്ടുള്ള വർഫഅ ബിവാവിൻ എന്നുള്ള വാവ് കൊണ്ടുള്ള നുസ്ഖയാണ്. ഇനി വേണമെങ്കിൽ എങ്ങനെയുമാക്കാം. ഈ ഗൈറു മാ ദുക്കിറ യനൂബു എന്ന് പറഞ്ഞല്ലോ. ഈ പറയപ്പെട്ടതല്ലാത്തത്, പിന്നെ പറയപ്പെട്ട രൂപത്തിലുള്ളതല്ലാത്തത് നായിബായിട്ടാണ്, നിയാബത്തിന്റെ സബീലിലാണെന്ന് പറഞ്ഞല്ലോ. അതിന്റെ തഫ്സീലാക്ക ഏതിനെ? ഈ ബൈത്തിനെ ഫർഫഅ ബിവാവിൻ എന്നുള്ള. അപ്പൊ അതിന്റെ തഫ്സീലാണെന്ന് വെക്കുമ്പോ ഇവിടെ എന്തുകൊണ്ട് പറയലാ നല്ലത്? ഫാ കൊണ്ട് പറയലാണ് നല്ലത്. അപ്പൊ നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ അത്ഫാണെന്ന് വെക്കുമ്പോ വാവ് കൊണ്ടുള്ള നുസ്ഖയ്ക്ക് ശക്തി കിട്ടുന്നു. അതുപോലെ തന്നെ ഈ തഫ്സീലാണ്, ഈ ജുംല തഫ്സീലിയായ ജുംലയാണെന്ന് വെക്കുമ്പോ ഫാ കൊണ്ട് വായിക്കാം എന്നും നമുക്ക് മനസ്സിലാകും. അപ്പൊ രണ്ട് രൂപത്തിലുള്ള നുസ്ഖയുമുണ്ട്. അധിക നുസ്ഖയിലും വാവാണുള്ളത് താനും. അപ്പൊ നമുക്കെന്ത് മനസ്സിലായി? ചില സ്ഥലങ്ങളിൽ കാണാം ഇവിടെ അൻസബ് ഏതാണ്? വാവ് കൊണ്ടല്ല ഫാ കൊണ്ടായിരുന്നു. കാരണം അത് മുമ്പുള്ളതിന് തഫ്സീലാണല്ലോ, അതുകൊണ്ട് ഫാ കൊണ്ടാണ് വേണ്ടത് എന്ന് പറഞ്ഞ് മുസന്നിഫിനെ എഴുത്തിറാവാക്കിയിട്ടുണ്ട് ചില ആളുകൾ. അത് ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലായി. എന്തുകൊണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് രൂപത്തിലും പറ്റും എന്ന് മാത്രമല്ല, വാവ് ചില സമയത്ത് എന്തിന്റെ അർത്ഥത്തിന് ഫാഇന്റെ മഅനാക്ക് വരാറുണ്ട്. അപ്പോ ഇവിടെയുള്ള വാവ് ഫാഇന്റെ മഅനാക്കാണ് എന്ന് പറഞ്ഞാൽ എന്താകും? ഈ ഫാ ഉള്ള നുസ്ഖയുടെ അതേ മഅന ഈ വാവ് കൊണ്ട് വായിക്കുമ്പോഴും കിട്ടും. അപ്പൊ ആ നിലക്ക് വെക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും ഇവിടെ വാവിനേക്കാൾ അൻസബ് ഫാ ആണ് എന്ന് പറയുന്നത് ശരിയല്ല എന്ന്. ചുരുക്കത്തിൽ ഫാ കൊണ്ടും വാവ് കൊണ്ടും നുസ്ഖയുണ്ടെങ്കിലും ഗാലിബുൻ നുസ്ഖിലുമുള്ളത് വാവ് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ ഫാ കൊണ്ടുള്ളതിന്റെ മഅനയും വാവ് കൊണ്ട് ഉച്ചരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കൊണ്ട് ഫാഇനേക്കാൾ ശക്തിയുള്ള നുസ്ഖ ഏത് തന്നെയാണ്? വാവ് കൊണ്ടുള്ളത് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി മുസന്നിഫിന്റെ നുസ്ഖയില് മുസന്നിഫിന്റെ ഖത്തുൽ ഫാ കൊണ്ടാണ് എന്ന് നമുക്ക് വ്യക്തമായാൽ പിന്നെ അവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യവുമില്ല, അത് വേറെ കാര്യം. അപ്പൊ ഏതായാലും അങ്ങനെ എഴുത്തിറാവാക്കിയിട്ട് ഫാ കൊണ്ട് തന്നെ പറയണം, അതാണ് നല്ലത് എന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന് ചുരുക്കം. അതുപോലെ തന്നെ മാമിനൽ അസ്മാ അസ്വിഫ് എന്ന് പറയുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ജാ അഹു എന്നോടത്ത് അത് എന്താണ്? ഷാഇആയ ഇസ്തിഅ്മാലാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ അസ്മാഇ അസ്വിഫ് എന്നാ ഉള്ളത്. ഇവിടെയും ഒരു ഹംസയെ കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഹംസയെ കളഞ്ഞത് അത് എന്തിനു വേണ്ടിയാണ്? ലറൂറത്തിന് വേണ്ടിയാണ്, അല്ലാതെ ഷാഇആയ ഇസ്തിഅ്മാൽ അല്ല എന്ന് നമുക്കറിയാം. കാരണം എന്താ? ഇവിടെ അസ്മാഇ എന്നുള്ള ഹംസക്ക് കസ്റും അസ്വിഫു എന്ന ഹംസക്ക് ഫതഹുമാണ്. ഷാഇആയ ഇസ്തിഅ്മാലില് ഹദഫ് ജായിസാണ് എന്ന് പറഞ്ഞത് എവിടെയാണ്? രണ്ടിനും ഒരേ ഹറക്കത്താകണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ ഹംസനെ കളഞ്ഞത് എന്തിനു വേണ്ടി മാത്രമാണ്? ലറൂറത്തിന് വേണ്ടി മാത്രമാണ് എന്ന ന്യായമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മാമിനൽ അസ്മാഇ എന്ന് പറയുന്ന മാ, അത് തനാസുഉ ബാബിൽപ്പെട്ടതാണ്. മുമ്പ് പറഞ്ഞ മൂന്ന് ഫിഅലുകളുടെയും മഫ്ഊലാകാൻ പറ്റും. വർഫഅ്, അതുപോലെ വൻസിബന്ന, വജ്റുർ, ഇതിന്റെ മൂന്നിന്റെയും മഫ്ഊലാകാൻ ഇത് പറ്റും. അപ്പൊ അത് ഏതിന്റെ മഫ്ഊലാണ് ആക്കേണ്ടത്? അതൊക്കെ നമുക്കറിയാമല്ലോ. അൽഫിയയിൽ തന്നെ വരുന്നുണ്ട്. നാമിലാനി ഖതാലയ ഫിസ്മിൻ അമൽ ഖബ്ലു ഫദിൽ വാഹിദി മിൻഹു മൽ അമൽ വസ്സാനി ഔലാ ഇൻദ അഖിലിൽ ബുസറ വഖ്താറ അക്സൻ ഗൈറുഹും ദാ ഉസറ. വസാനി ഔലാ ഇൻദ അഖിലിൽ ബുസറ, രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ അവസാനത്തതിന്റെ മഅമൂലാക്കിയിട്ട് മറ്റതിന് തഅ്വീൽ ചെയ്തു കൊടുക്കണം എന്നാണ് ബസറക്കാർ പറയുന്നത്. വഖ്താറ അക്സൻ ഗൈറുഹും ദാ ഉസറ, ഇതിന്റെ അക്സിനെ കൂഫക്കാർ മുഖ്താറാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ ആമിലിന്റെ മഅമൂലാക്കണം, മറ്റതിന് സങ്കല്പിച്ചു കൊടുക്കണമെന്ന്.
കൂഫക്കാരും പറഞ്ഞിട്ട്. ഏതായാലും അതിൽ ഖിലാഫുണ്ട്. അപ്പൊ മാ എന്ന് പറയുന്നത് തനാസുൽ ബാബിൽപ്പെട്ടതാണ്. ഇർഫഅന്ന, ഇൻസിബന്ന, വജുറൂർ മൂന്നിന്റെയും മഫ്ഊലാണ് മാ എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ മൊത്തത്തിൽ 7 ബാബുകളാണുള്ളത്. ഒന്ന് ഏതാ? അസ്മാഉ സിത്ത, പിന്നെ 2 മുസന്ന, 3 ജമ്മു മുദക്കർ സാലിമ്, അതുപോലെ തന്നെ 4 ജമ്മു മുഅന്നസ് സാലിമ്, 5 ഗൈറു മുൻസരിഫ്, 6 അംസിലത്തുൽ ഖംസത്ത്, 7 മുഅത്തല്ലായ ഫിഅല്. ഇങ്ങനെ 7 എണ്ണത്തിൽ നിന്ന് മുസന്നിഫ് ഏതിനെ മുന്തിച്ചു? ഇസ്മിനെയാണ് മുന്തിച്ചത്. മുഅത്തല്ലായ ഫിഅൽ അല്ലല്ലോ ആദ്യം പറഞ്ഞത്, അസ്മാഉ സിത്തനെയാണല്ലോ പറഞ്ഞത്. അസ്മാഉ സിത്ത ഏതിൽപ്പെട്ടതാണ്? ഇസ്മാണ്. അപ്പോ ഇവിടെ ഈ ഫുറൂഇയായ അലാമത്ത് കൊണ്ട് ഇഅ്റാബ് ചെയ്യപ്പെടുന്നത് ഇസ്മുണ്ട്, ഫിഅലും ഉണ്ട്. അതിൽ നിന്ന് ഏതിനെ മുന്തിച്ചു? ഇസ്മിനെ മുന്തിച്ചു. കാരണം ഇസ്മും ഫിഅലും നോക്കുമ്പോൾ ഏതിനാണ് സ്ഥാനമുള്ളത്? ഇസ്മിനാണ്. കാരണം ഇസ്മാണല്ലോ അസാലത്തൻ മുഅ്റബുള്ളത്, അതുകൊണ്ടാണ് ഇസ്മിനെ മുന്തിച്ചത്. അപ്പോൾ ഇസ്മുകൾ നോക്കുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് ബാബുകൾ വരുന്നുണ്ട്. അസ്മാഉ സിത്തയുണ്ട്, മുസന്നയുണ്ട്, ജംഉ മുദക്കർ സാലിമുണ്ട്, അതുപോലെ തന്നെ ജംഉ മുഅന്നസ് സാലിമുണ്ട്, അതുപോലെ ഗൈറു മുൻസരിഫുണ്ട്. അപ്പൊ ഇസ്മുകൾ തന്നെ 5 ബാബുകളുണ്ട്. ഈ 5 ബാബുകളിൽ നിന്ന് ഏതിനെയാണ് മുസന്നിഫ് മുന്തിച്ചത്? അസ്മാഉ സിത്തയെയും തസ്നിയയെയും ജംഉനെയും. ഏത്? ജംഉ മുദക്കർ സാലിമിനെ. അതിന്റെ ശേഷമാണ് ഏതിനെ പറഞ്ഞത്? ജംഉ മുഅന്നസ് സാലിമിനെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഗൈറു മുൻസരിഫിനെയും പറഞ്ഞിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ്? ഇവകളൊക്കെ ഇസ്മുകളാണെങ്കിലും ഇവകളിൽ മാറ്റമുണ്ട്. എന്ത്? ജംഉ മുഅന്നസ് സാലിമിലും ഗൈറു മുൻസരിഫിലും ഇല്ലാത്ത ഒരു പ്രത്യേകത അസ്മാഉ സിത്തയിലും തസ്നിയയിലും ജംഉൽ മുഅന്നസ് ജംഉ മുദക്കർ സാലിമിലുമുണ്ട്. അതെന്താണ്? ഈ 3 എണ്ണത്തിൽ അസ്മാഉ സിത്തയിലും ജംഉ മുദക്കർ സാലിമിലും അതുപോലെ തന്നെ തസ്നിയയിലും ഇവകളിൽ ഇഅ്റാബ് എങ്ങനെയാണ്? അതിൽ നായിബായി വന്നിരിക്കുന്നത് ഹുറൂഫുകളാണ്. എന്നാൽ ജംഉ മുഅന്നസ് സാലിമിലും അതുപോലെ തന്നെ ഗൈറു മുൻസരിഫിലും നായിബായി വന്നിരിക്കുന്നത് ഹറക്കത്താണ്. അപ്പൊ നിയാബത്തിലുള്ള അസ്ലു ഏതാണ്? ഹുറൂഫാണ്. അൽ അസ്ലു ഫി നിയാബത്തി അൽ ഹുറൂഫാണ്. അപ്പോ നിയാബത്ത് അസ്ലു ഹുറൂഫിനായതുകൊണ്ട് ഹറഫുകൾ നായിബായി വരുന്ന 3 ബാബുകളെ മുന്തിച്ചു മറ്റു 2 ബാബുകളെക്കാൾ. ഹറഫുകൾ നായിബായി വരുന്ന 3 ബാബുകൾ ഏതാണ്? അസ്മാഉ സിത്ത, തസ്നിയ, ജംഉ മുദക്കർ. അപ്പൊ ഈ 3 എണ്ണത്തിനെ ഏത് ജംഉ മുഅന്നസിനേക്കാളും ഗൈറു മുൻസരിഫിനേക്കാളും മുന്തിച്ചു. കാരണം ജംഉ മുഅന്നസിൽ എന്താണ്? ഹറക്കത്തുകളാണ് ഹറക്കത്താണ് പകരം വരുന്നത്. അതുപോലെ തന്നെ ഗൈറു മുൻസരിഫിലും ഹറക്കത്താണ് പകരം വരുന്നത്. മുമ്പ് പറഞ്ഞ 3 ബാബിൽ അസ്മാഉ സിത്ത, തസ്നിയ, ജംഉ മുദക്കർ ഇവകളിൽ ഹറഫുകളാണ് പകരം വരുന്നത്. നിയാബത്തിൽ അസ്ലി ഏതാണ്? ഹറഫായതുകൊണ്ട് ആ 3 ബാബുകളെ മുന്തിച്ചു. ഇനി ആ 3 ബാബുകളിൽ നിന്ന് ഏതിനെ മുന്തിച്ചു? അസ്മാഉ സിത്തനെ മുന്തിച്ചു. അതെന്തുകൊണ്ടാണ്? അസ്മാഉ സിത്ത എന്ന് പറയുന്നത് മുഫ്രദാണ്. പിന്നെ മറ്റത് തസ്നിയയും മറ്റത് ജംഉമല്ലേ? മുഫ്രദും തസ്നിയയും ജംഉം നോക്കുന്ന സമയത്ത് ഏതിനാണ് സ്ഥാനമുള്ളത്? മുഫ്രദിനാണല്ലോ. മുഫ്രദാണല്ലോ അസ്ലുള്ളത്. അപ്പൊ മുഫ്രദിലുള്ളതായ നിയാബത്ത് എവിടെയാണ് വരുന്നത്? അസ്മാഉ സിത്തയിലാണ്. മറ്റത് തസ്നിയയിലാണ്, മറ്റത് ജംഉലുമാണ്. അപ്പൊ ഈ 3 എണ്ണത്തിൽ നിന്ന് അസ്മാഉ സിത്തയെ മുന്തിക്കാനുള്ള കാരണം അസ്മാഉ സിത്ത മുഫ്രദായതുകൊണ്ടാണ്. അപ്പൊ മുസന്നിഫ് പ്രത്യേകമായ ഘടനയിൽ ഓരോ ബാബുകളെയും തർത്തീബാക്കിയതിൽ വലിയ ഒരു ഫായിദയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മിൻ ദാകദു ഇൻ സുഹ്ബതൻ ആബാന വൽ ഫാമു ഹൈസുൽ മീമു മിൻഹു ബാന. അപ്പോ അസ്മാഉ സിത്തയുടെ ഇഅ്റാബ് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. ആ അസ്മാഉ സിത്ത ഏതൊക്കെയാണ് എന്നാണ് അടുത്ത ബൈത്തിൽ നമ്മൾ പറയുന്നത്.
ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.